വടകര MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാർ ഇടതനുകൂല സംഘടനയുടെ ഭാരവാഹികളുമായിരുന്നവർ. കെ കാവ്യയും VP നീഷ്മയും നേരത്തെ KRTA ഭാരവാഹികളാണ്. KRTA പേരാമ്പ്ര യൂണിറ്റ് മുൻ കൺവീനറായിരുന്നു കാവ്യ. രാഹുൽ KV വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഇന്നലെ നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളുമായിട്ടുള്ളൊരു സ്റ്റോറിയിൽ നാട്ടുകാർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർക്കെതിരെ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന് തക്ക സ്വാധീനം ഇവർക്കുണ്ടാവുകയും വേണം. ആ സ്വാധീനമാണോ ഈ ഇടത് അനുകൂല സംഘടനയിലെ ഭാരവാഹിത്വം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷ, അധ്യാപികമാർ പ്രതികളായിട്ടുള്ള MDMA കേസിൽ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് SIT എത്തി എന്നുള്ള വിവരം കൂടിയുണ്ട്. അതായത് ഈ കേസിലെ പ്രധാനി എന്നത് വയനാട് സ്വദേശിയായ ഒരു യുവാവാണ് എന്നാണ് SITക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. കാരണം MDMA വിറ്റ് കിട്ടിയ പണം, അതായത് ഈ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം, ഒപ്പം കണ്ണൂർ സ്വദേശി ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസ് അയച്ച പണമൊക്കെ പോയത് വയനാട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്കും ഇയാൾ ആവശ്യപ്പെട്ട QR കോഡുകളിലേക്കുമാണ് എന്നൊരു കണ്ടെത്തലേക്ക് അന്വേഷണ സംഘം ഏതായാലും എത്തിയിട്ടുണ്ട്. ഈ വയനാട് സ്വദേശി കേരളം വിട്ടു ഇയാൾക്ക് വേണ്ടി അന്വേഷണം വ്യാപിപ്പിക്കുക കൂടിയാണ് SIT ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണത്. അതിനൊപ്പമാണ് ദിവിഷ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ ബന്ധം അധ്യാപകരുടേത് കൂടി നിലവിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ളത്. അതായത് BRC അധ്യാപികമാർ, അതായത് ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകളിലെയും ഒപ്പം SSK സമഗ്ര ശിക്ഷ കേരളയുടെയും ഒക്കെ കീഴിലുള്ള അധ്യാപികമാർ അവരുടെ ഒരു സംഘടനയാണ് KRTA, കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നതാണ്. ഇടത് അനുകൂല സംഘടനയാണ്. ഇതിൻ്റെ ഭാരവാഹികളായിരുന്നു കേസിൽ അറസ്റ്റിലായിട്ടുള്ള 2 അധ്യാപികമാർ ആയിരുന്നു മുൻ ഭാരവാഹികളായിരുന്നു. അതായത് കാവ്യയും നീഷ്മയുമാണ് ഇത്തരത്തിൽ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവർ ഭാരവാഹിത്വം ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. BRCയിലേക്കൊക്കെ അധ്യാപിക നിയമനം എന്ന് പറയുന്നത് താൽക്കാലികമായാണ് ഇവരെ പ്രധാനമായും അവിടെ നിയമനം നടക്കുന്നത്. അതായത് 1 വർഷത്തേക്കുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിലേക്ക് എടുക്കുക. പിന്നീട് അത് നീണ്ടുപോവുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കാവ്യയും നീഷ്മയും ഇടത് അനുകൂല സംഘടന ഭാരവാഹിത്വം വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാധീനം വെച്ചാണ് നേരത്തെ പരാതി വന്ന ഘട്ടത്തിൽ പോലും ജോലിയിൽ തുടർന്നതെന്നൊരു ആക്ഷേപം ഉയർന്നു വന്നതാണ്. അത്തരത്തിലുള്ള സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്യുന്നത്. ദിവസം ഏതായാലും ഈ പ്രധാന പ്രതിയെന്ന് കണ്ടെത്തിയ വയനാട് സ്വദേശിയിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. ഈ അധ്യാപികമാർ ഈ പ്രതിക്ക്, വയനാട് സ്വദേശിയായ പ്രതിക്കും നേരിട്ട് പണം അയച്ചിട്ടുണ്ട് എന്നുകൂടി അന്വേഷണത്തിൽ ഏതായാലും വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ദിവിഷ്, ശരി.